ചാനൽ. ഇന്നൊരു 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിനി വ്ളോഗാണ്. ഇതിപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ മോർണിംഗ് റൊട്ടീൻസൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ഡെസ്കിൽ കുറച്ചധികം സാധനങ്ങളുണ്ടായിരുന്നു, എൻ്റെ ബുക്കും പെന്നും അങ്ങനത്തെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നതിൻ്റെ ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു ഉഡായിപ്പ് ബ്രെഡ് ഓംലെറ്റ് എന്നൊക്കെ പറയലുണ്ടല്ലോ, ആ ടൈപ്പാണ്. കാരണം അധികം സമയം വേണ്ട, പിന്നെ കുറേ ഐറ്റംസും വേണ്ട, പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൗൺ ബ്രെഡ് ഓൾറെഡി വാങ്ങി വെച്ചതുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എക്സ്പയറി ആവുമല്ലോ ഈ ബ്രെഡ് ബണ്ണ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രെഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം മാക്സിമം അത് വെച്ചിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ചെയ്യലുള്ളത്. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ ഡയറക്റ്റ് ആ ഒരു പാനിലേക്ക് തന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചതിന് ശേഷം ഉപ്പും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാട്ടോ ചെയ്യണത്. വേറെ പാത്രത്തിൽ പൊട്ടിച്ച് വെച്ച് മിക്സ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ അത് റെഡിയാക്കിയിട്ട് പിന്നെ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ചും കൂടെ ബട്ടർ ഒഴിച്ചതിന് ശേഷം ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതും കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വാട്ടിയെടുക്കല്ല, ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത പോലെ അങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബോട്ടിലൊക്കെ വെള്ളം ഫില്ല് ചെയ്ത് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് എനിക്കൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഇനി ഇതിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. സോ ബോക്സും റിംഗ് ആൽബും അതൊക്കെ ഞാൻ ഓൾറെഡി തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഒന്ന് വെച്ച് വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഹാമ്പറിൻ്റെ വീഡിയോ ചെയ്യുമോ ഇപ്പോൾ കുറച്ച് കമൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വലുത്, ഈ സെയിം സാധനം തന്നെ വലുത് ചെയ്യണത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. കാരണം അതിൻ്റെ മെഷർമെൻറ്റ്സ് കുറച്ച് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇങ്ങനത്തെ ചെറുത് ചെയ്യണ സമയത്ത് ട്യൂട്ടോറിയൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിതിൽ ആഡ് ചെയ്യാനുള്ള കമ്മലും പിന്നെ ക്ലിപ്പൊക്കെ അതിൻ്റെ ആ ഒരു ബോർഡ് മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പാറ്റേൺ പേപ്പർ ഉണ്ടല്ലോ, അത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് അതിന്മേലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കാണാനും കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും, പിന്നെ നമ്മുടെ തീമിൽ മാച്ചായി പോയിക്കോളെന്ന് വിചാരിച്ചിട്ട്. ഇത് എന്നോട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 500 രൂപേൻ്റെ ഉള്ളിൽ ഒതുങ്ങണ രീതിയിൽ 500 രൂപക്കുള്ളത് ചെയ്യണം എന്നാണ്. ഷിപ്പിംഗ് ചാർജും എല്ലാം അതിൻ്റെ ഉള്ളിൽ കൊള്ളണം. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ തന്നെയാണ് കേട്ടോ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ എനിക്ക് റിംഗ് ആൽബും എയർ ആക്സസറീസും മസ്റ്റായിട്ട് വേണം. പിന്നെ ചോക്ലേറ്റും ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ബഡ്ജറ്റ് എത്രയാണോ ബാക്കിയുള്ളത് അതിനനുസരിച്ച് അങ്ങനെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് 500 രൂപക്കാണ് ഇത് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് 200-250 രൂപേൻ്റെ മെറ്റീരിയൽ ഐറ്റംസ് അല്ലേ ഇതിലുള്ളൂ, അതിന് 500 കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട്. ഐറ്റംസിന് 200-250 ആണെന്ന് വാങ്ങിയ എനിക്കാണോ അതോ കാണുന്നവർക്കാണോ മനസ്സിലാവുക? കാരണം ഓരോ സ്ഥലത്തും ഓരോ പ്രൈസ് ആണല്ലോ. പിന്നെ കാണാൻ കുഞ്ഞു സാധനമാണെന്നുണ്ടെങ്കിലും കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ വില കുറവും വലുതിനൊക്കെ വില കൂടുതലും അങ്ങനെയല്ലല്ലോ. അപ്പോൾ റേറ്റ് ഉണ്ടാവും അത്യാവശ്യം. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ 250 ആണ് എല്ലാത്തിനും കൂടെ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. നമുക്ക് സാധനം വാങ്ങാനായ സെയിം പ്രൈസിനല്ലല്ലോ നമ്മളൊരു പ്രോഡക്റ്റ് കസ്റ്റമറിന് സെയിൽ ചെയ്യുക. ഇതിലിപ്പോൾ ഞാൻ ബോക്സ് വെച്ചിട്ടുണ്ട്, പിന്നെ റിംഗ് ആൽബം വെച്ചിട്ടുണ്ട്. റിംഗ് ആൽബത്തിനൊക്കെ എത്രയാണ് പ്രിൻറ്റിങ് കോസ്റ്റ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതും പിന്നെ ബോക്സിൽ ഞാൻ പാറ്റേൺ പേപ്പറും കസ്റ്റമൈസ്ഡ് നോട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അത് പോരാണ്ട് തന്നെ ചിപ്പ് ബോർഡ്സും ഐവറി കാർഡും യൂസ് ചെയ്തിട്ടാണ് ബോക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങൾ തന്നെയല്ലേ. ചിപ്പ് ബോർഡ്സിനൊക്കെ നിങ്ങൾ കാണുമ്പോൾ ലുക്കില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല പ്രൈസ് കൊടുത്തിട്ട് തന്നെ വാങ്ങുന്ന സാധനമാണ് ചിപ്പ് ബോർഡൊക്കെ. അത് വാങ്ങിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൈസ് ഒരു പ്രോഡക്റ്റിന് ഫിക്സ് ചെയ്യുക. നിങ്ങൾ പറയണം കേട്ടോ, ഞാനിപ്പോൾ ഇതിന് പ്രൈസ് ഇട്ടത് കൂടുതലായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത്. ക്രാഫ്റ്റ് വർക്ക്സ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുകൊണ്ടോ. അങ്ങനെ അതാ എൻ്റെ ഹാമ്പറിൻ്റെ പണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാറ്റേൺ പേപ്പർ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഓലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി, പ്രത്യേകിച്ച് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് എന്നൊക്കെ.
പിന്നെ ഞാൻ നേരെ പോയിട്ട് റൂം അടിച്ചു വാരാനും തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അധികം അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം ഇതൊക്കെ ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതാണ്. ഇന്നിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അന്ന് ഞാൻ അത്രയൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു. എനിക്ക് തോന്നുന്നത് സ്റ്റോറേജ് ഫുള്ളായിട്ട് അങ്ങനെ എന്തോ ഞാനന്ന് പിന്നെ കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇത് ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾ എന്തായാലും കുറേ കാലമായി എന്നോട് പറയണം എനിക്ക് ഞാൻ വാങ്ങി തരണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങി തരണ്ട് എന്നൊക്കെ. അപ്പോൾ അന്ന് ഓളങ്ങനെ വിളിച്ചപ്പോൾ പിന്നെ അതിന് വേണ്ടി പോവാണ്. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേന് ഓൾ എത്തിയിട്ടുണ്ടായിരുന്നു, എന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ ബുക്ക് സ്റ്റോളിലേക്കാണ് പോയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടുന്ന് ഒരു ചോക്കിൻ്റെ ബോക്സ് വാങ്ങിയിരുന്നു അമ്ലുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ മൾട്ടി കളറാണെന്ന് വിചാരിച്ചാണ് വാങ്ങിയത്. പക്ഷേ വീട്ടിലെത്തി നോക്കിയപ്പോൾ അത് ഫുൾ ഒരേ കളറ്, സെയിം ബ്ലൂ ആണ് എല്ലാം. അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് ഞാൻ മൾട്ടി കളറുള്ളൊന്ന് വാങ്ങി. പിന്നെ അവിടെ നിന്ന് നേരെ ഞാൻ കൊറിയർ ചെയ്യാനാണ് പോയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഹാമ്പർ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ കൊറിയർ ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ കച്ചേരിപ്പടി ഒരു പുതിയ കഫേ തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയതല്ല, അപ്പോൾ കുറച്ചായി തുറന്നിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ റീൽസിലൊക്കെ കാണലുണ്ട് അവിടെ അത്യാവശ്യം മോമോസും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് പിന്നെ ബസ്സിലാണ് പോകുന്നത്. കുറച്ചേ ഉള്ളൂ കേട്ടോ, നടക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇങ്ങനെ നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ബസ്സിലാണ് പോയിട്ടുണ്ടേനെ. പിന്നെ ഏകദേശം സമയം ഉച്ചയ്ക്ക് ശേഷമാണ്, കാരണം 2 മണിക്ക് ഷോപ്പ് ഓപ്പൺ ആവുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അതൊരു 2 മണി ആ ഒരു സമയമാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടോക്കൻ ഫോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ മുകളിൽ ഇങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര രസമാണ് ഇരിക്കാൻ, പ്രത്യേകിച്ച് അന്ന് മഴയും കൂടെ പെയ്തുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോർണറിൽ പോയിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ ആകുമ്പോൾ ഫുൾ കാണാനും പറ്റും നല്ലോണം പുറത്തൊക്കെ, അങ്ങനെ വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെ മെനു ഒക്കെ നോക്കിയിട്ട് ഓരോന്ന് ഓർഡർ ചെയ്യാണ്. അപ്പോൾ ഇവിടെ മോമോസ് ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും മോമോസ് ഒരു പ്ലേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അതും ഇങ്ങനെ പ്ലാറ്റർ ആയിട്ടുണ്ടാവുമല്ലോ, മിക്സ്ഡ് എല്ലാ ഫ്ലേവേഴ്സും വരുന്ന സെറ്റ് ആയിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് മോമോസിൽ തന്നെ എല്ലാ ഫ്ലേവേഴ്സിൻ്റെയും ടേസ്റ്റ് അറിയാൻ പറ്റുമല്ലോ. പിന്നെ വരുമ്പോൾ നമുക്ക് അതിൽ ഏതാണോ ഇഷ്ടമായത് അത് വാങ്ങാനൊക്കെ കരുതിയിട്ട് അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാനിപ്പൂരി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പാനിപ്പൂരിയൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കഴിച്ചതാണ്, പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് ഇവിടെ ഉണ്ടെങ്കിലും അതും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു ഓർഡർ ചെയ്തിട്ട്. പിന്നെ നമ്മളങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് വല്ലാതെ അങ്ങോട്ട് ബോറടിക്കില്ലല്ലോ, ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അങ്ങനെ ഓരോ ഗോസിപ്സും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസും എത്തിയിട്ടുണ്ട്. പിന്നെ ഡ്രിങ്കായിട്ട് മിൻറ്റ് ലൈമും കിറ്റ്കാറ്റ് ഷേക്കും ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ എപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെയൊന്നും വാങ്ങലില്ല. നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങും, എന്നിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യൽ എപ്പോഴും. നമുക്ക് കുറേ ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ ഈ ഒരു സാൻഡ്വിച്ച് പോലുള്ളതുണ്ടല്ലോ, ഇതിൻ്റെ പേരെന്താ ഞാൻ മറന്നുപോയി. എന്തോ ഒരു പേരുണ്ട് കേട്ടോ, സാൻഡ്വിച്ച് അല്ല വേറെ എന്തോ ഒരു പേരുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണിത് കഴിക്കുന്നത്. അപ്പം മെനുവിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഓൾ പറഞ്ഞ നല്ല ടേസ്റ്റ് ഉണ്ട്, ഓൾ വേറെ ഏതോ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടേനു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മോമോസ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇഷ്ടമായില്ല. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ നമ്മൾ കുറേ എക്സ്പെക്റ്റ് ചെയ്ത് ഭയങ്കര ഹൈപ്പൊക്കെ വിചാരിച്ച് നിന്ന് വാങ്ങി കഴിച്ചുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. ആ സമയത്ത് വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നി. നമ്മൾക്ക് രണ്ടാൾക്കും അങ്ങനെ വാവ് ഫീലൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കാരണം ഓരോ പീസല്ലേ ഉള്ളൂ. അപ്പം നമുക്കങ്ങനെ മടുക്കാൻ മാത്രമൊന്നുമില്ല. എന്നാലും അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും പറയാനും ഇല്ല. പക്ഷേ പാനിപ്പൂരിയും പിന്നെ ഈ ഒരു സാൻഡ്വിച്ച് പോലുള്ള അതും രണ്ടും സൂപ്പർ ആയിരുന്നു കേട്ടോ. പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു കിറ്റ്കാറ്റ് ഷേക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഡെസേർട്ടായിട്ടും കൂടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെനു നോക്കിയപ്പോൾ കുറേ ഐറ്റംസ് അവിടെ ഇല്ല. എന്തൊക്കെയോ ചോക്ലേറ്റ് ലാവ കേക്കും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ബ്രൗണി വിത്ത് ഐസ്ക്രീം അതൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ അവിടെ ഉള്ളതിൽ ഒരു സാധനം നോക്കിയിട്ട് അങ്ങനെ വാങ്ങി. ഇതിനും എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. ഇതെന്താണെന്ന് വെച്ചാൽ 3 ഫ്ലേവേർഡ് ആയിട്ടുള്ള 3 സ്കൂപ്പ് ഐസ്ക്രീംസും അതിൻ്റെ താഴെ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും കോൺഫ്ലേക്സും നട്ട്സൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്ത് ഹണിയിലാണ് തോന്നേണ്ടത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ അതിന് മുകളിൽ ഈ ഐസ്ക്രീംസും വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്, നട്ട്സും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വയറൊക്കെ ഫുള്ളായതിന് ശേഷം നമ്മൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഇരുന്നിട്ടും കഴിക്കാം കേട്ടോ. ടീ കോഫിയൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ടും കഴിക്കാം. കുറേ ടൈപ്പ് ഈ സമൂസ കട്ട്ലേറ്റ് അങ്ങനത്തെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഞങ്ങൾ ടാറ്റയൊക്കെ പറഞ്ഞ് ഓളെ വീട്ടിലേക്കും ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവാണ്. സമയം ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വേറെ എവിടേക്കും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ 2 ദിവസത്തെ കാര്യങ്ങൾ അങ്ങനെ മിക്സ് ചെയ്തൊരു വീഡിയോ ആക്കി ഇട്ടതാണ്. സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണും വരെ ബൈ.